ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹർസിദ്ധി മാതാ ദേവീ ക്ഷേത്രത്തിലാണ്. മഹാകാളേശ്വര ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സൗജന്യ ഫലഹാരി വിതരണം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ എത്തിയത് അമ്മയുടെ അടുത്തേക്കാണ്. ഇത് ദേവിയുടെ ശക്തിപീഠമാണ്. ഇവിടെ മാതാവിൻ്റെ കൈമുട്ട് വീണ സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ 12 വർഷം കൂടുമ്പോഴും വിക്രമാദിത്യ രാജാവ് തൻ്റെ തലയറുത്ത് ദേവിക്ക് ഹോമിക്കുമായിരുന്നു അത്രേ. ഹോമിച്ചതിന് ശേഷം തല പഴയ രൂപത്തിലായി വരികയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഹർസിദ്ധി മാതാ ദേവീ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹർസിദ്ധി മാതാ കോമ്പൗണ്ടിൽ തന്നെയാണ് കർക്കടേശ്വർ മഹാദേവ ക്ഷേത്രം, അതായത് കാർക്കോടക് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാലസർപ്പദോഷമായിട്ടുള്ള എല്ലാവിധ പ്രതിവിധികളും ഇവിടെ ചെയ്യുന്നതാണവർ. ചോറാസി മഹാദേവ ക്ഷേത്ര സങ്കല്പത്തിൽ 10ാമത്തെ മഹാദേവ ക്ഷേത്രമാണിത്. ഇതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും ലഭിക്കുന്നതാണ്. ഉജ്ജയിനിയിലെ ഒരുവിധം ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹർസിദ്ധി മാതാ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. എല്ലാ ക്ഷേത്രത്തിലും ഓരോ തിരി ദീപവും തെളിയിച്ചാണ് ഞാൻ ഇറങ്ങിയത്. ഇനി പെട്ടെന്ന് നമ്മൾക്ക് അടുത്ത ക്ഷേത്ര ദർശനവും കൂടി നടത്തണം. എന്നാലേ വിചാരിച്ച രീതിയിൽ എല്ലാ ക്ഷേത്ര ദർശനവും നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ നേരെ പോകുന്നത് മഹാകാളേശ്വർ ക്ഷേത്ര ദർശനത്തിനാണ്. അവിടെ ഇനി നമ്മളുടെ മൊബൈലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ കൊടുക്കണം. അതിന് പ്രത്യേകം ഫ്രീ കോസ്റ്റ് ക്യാബിനൊക്കെ ഉണ്ട്. ഇന്ന് ക്ഷേത്ര ദർശനത്തിന് വളരെ കുറവാണ് ആളുകൾ എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചൊന്നുമല്ല, എന്നിരുന്നാലും എൻ്റെ ഹർസിദ്ധി മാതാ ദേവീ ക്ഷേത്ര ദർശന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണല്ലേ? കമൻറ്റ് ചെയ്യല്ല. ജയ് മാതാദി.